പാലക്കാട്ടേക്ക് പോകണം. പാലക്കാട് നഗരസഭയിൽ വലിയ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ സ്വതന്ത്രനെ കൂട്ടി വേണമെങ്കിൽ UDF-നും LDF-നും ചേർന്ന് ഭരിക്കാം. അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് രണ്ട് മുന്നണികളും എത്തുമോ? പ്രത്യേകിച്ച് നിയമസഭയൊക്കെ വരുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലേ. സാജിദ് അജ്മലിലേക്ക് പോകാം. സാജിദ് അജ്മൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സാജിദ്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ BJP-യെ താഴെ ഇറക്കുക എന്നുള്ളത് രണ്ടു കൂട്ടർക്കും പ്രധാനമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുമിച്ചൊരു കൂട്ടായ്മയിലൂടെ ഒരു ഭരണം ഉണ്ടാക്കുക എന്നത് തൽക്കാലം സാധ്യവുമല്ല. അപ്പോൾ അതിനു പകരം എന്തൊക്കെ ഫോർമുലകളാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്? അത്തരം നീക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? രണ്ടു മുന്നണികളും മനസ്സ് തുറക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? സൈഫു, ഗുഡ് മോർണിംഗ്. ഈ LDF UDF ഒരു സഖ്യം എന്നതിന് പകരം സ്വതന്ത്രനെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ ഒരു സമവാക്യത്തിലൂടെ ഭരണം ഈ BJP-യെ താഴെ ഇറക്കാൻ കഴിയും. അതായത് റഷീദിനെ ഈ ചെയർമാൻ സ്ഥാനാർത്ഥിയായി റഷീദ് മത്സരിക്കുകയാണെങ്കിൽ UDF-ന്റെ 18 കൗൺസിലർമാരും അതോടൊപ്പം തന്നെ 9 കൗൺസിലർമാരാണ് LDF-നുള്ളത്. ഇവരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും 28 വോട്ട് ഈ റഷീദിന് ലഭിക്കുകയും BJP-യുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് 25 വോട്ടുമായിരിക്കും. സ്വാഭാവികമായും BJP-ക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടും എന്നതിൽ സംശയമില്ല. എന്നാൽ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയില്ല. LDF-ന്റെയോ UDF-ന്റെയോ സ്ഥാനാർത്ഥികളോ അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDF-ന് UDF-നെയോ UDF-ന് LDF-നെയോ പിന്തുണയ്ക്കാൻ കഴിയില്ല. മറ്റേത് സ്വതന്ത്രനെയാണ് പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ BJP-യുടെ സ്ഥാനാർത്ഥി തന്നെ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ LDF-ഉം UDF-ഉം ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ഈ BJP-യെ വളരെ സുഗമമായി തന്നെ ഈ താഴെ ഇറക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഈ ഇന്നലെ KC വേണുഗോപാൽ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിനൊരു പച്ചക്കൊടി കാട്ടിയെങ്കിലും CPM ഇതുവരെ ഒരു സമ്പൂർണമായ അനുകൂല നിലപാട് പറഞ്ഞിട്ടില്ല. അവർ പാർട്ടിയിൽ വിശദമായി ചർച്ച ചെയ്യണം, അത് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യണം. ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും എല്ലാം തന്നെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർ കാണുന്നത്. ഒന്ന്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് LDF UDF കൂട്ടുകെട്ട് എന്ന രീതിയിൽ വലിയ തോതിലുള്ള പ്രചരണം BJP അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും അത് BJP-ക്ക് ഈ ഗുണകരമായി വരുമോ എന്നൊരു ആശങ്ക ഉണ്ട്. ഇതുകൂടാതെ ഈ സവർണ വോട്ടുകൾ ധാരാളമുള്ള ഒരു നഗരസഭ കൂടിയാണ് പാലക്കാട് നഗരസഭ. ഈ ഒരു മുസ്ലിം വ്യക്തിയെ അത് സ്വതന്ത്രനാണെങ്കിൽ കൂടി ചെയർമാൻ ആക്കുകയാണെങ്കിൽ അത് ഈ സവർണ വോട്ടുകളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നൊരു ആശങ്കയും ഉണ്ട്. എന്തായാലും ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ അവർ ഒറ്റക്കക്ഷിയാണ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും അധികാരത്തിൽ അങ്ങനെ LDF-ഉം UDF-ഉം ഈ സ്വതന്ത്രനെ സഹായിച്ചില്ലെങ്കിൽ അധികാരത്തിൽ വരാം. അങ്ങനെ വരികയാണെങ്കിൽ ആരാകും ചെയർമാൻ എന്നുള്ള തർക്കം നടക്കുന്നുണ്ട്. അതിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം പരസ്പരം തോൽപ്പിക്കാൻ കാലുവാരിയെങ്കിലും അവരുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ജയിച്ചു എന്നുള്ളതാണ്. ഈ C കൃഷ്ണകുമാർ വിഭാഗം M ശശികുമാറിനെ, കൊപ്പത്ത് നിന്ന് ജയിച്ച ശശികുമാറിനെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നു. മറുവിഭാഗം നിലവിലെ വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ BJP-യുടെ സംസ്ഥാന ട്രഷററായ E കൃഷ്ണദാസിനെ ആക്കണമെന്ന അഭിപ്രായമുണ്ട്. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും മിനി കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ്, അവരെ ചെയർപേഴ്സണെ ആക്കണമെന്ന് പറയുന്നവരുണ്ട്. ബേബിയെ ആക്കണം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ചർച്ചകൾ BJP-ക്കകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്.